അതല്ല പറയുന്നടാ കൊച്ചേഴ് പറയ നീ രാവണവരാവട്ടെ ആവണക്കണ്ണേ കൊറേ പേര് കേറി അങ്ങനെ അയ്യോ ഇത് ഞാൻ ഇപ്പൊ എന്തിനാ അങ്ങനെ കേറി നിക്കല്ലടാ. ആരൊക്കെയായത്? ഞാൻ 44 സെക്കൻഡിൽ സ്റ്റാർട്ട് ആവുന്നു. ഹലോ ഇതെന്താ ഇത് ആരാടാ മാപ്പ് ഇട്ടേ പെട്ടെന്ന് പെട്ടെന്ന് കളിക്കാലേ ഒരു കളി പെട്ടെന്ന് വിളിച്ചു നോക്കണം ഒരു കളി പെട്ടെന്ന് വിളിച്ചു നോക്കാം ഫാസ്റ്റ് എടുത്തേ എന്നാ പിടിച്ചോ അടിച്ചത് 12 അടിച്ചു വലിയ സ്ഥലം കേട്ടോ ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ക്ലോൺ ആക്കുക? ഹലോ ടൈമില്ലേ? ടൈമില്ല തിരമൊഴിയിൽ ശരിയാണല്ലേ താഴെ വലിയ Let's go, fight. ഇത് പറ്റത്തില്ല കേട്ടോ ഇതൊക്കെ ഭയങ്കര കള്ളക്കളിയാണ് നീ ആൾ അവിടെ കൊണ്ട് എഴുതും അത് വേണ്ട ആവശ്യമില്ല ഞാനൊന്ന് നിക്കട്ടെ. അതാരാണത്? ഗോവുന്റെ കാര്യം ഞാനാണെങ്കിൽ സത്യം പറഞ്ഞല്ലേ നമുക്ക് 400 ആക്കാൻ നോക്കിയത് പക്ഷെ 400 ആവൂല. നല്ല വ്യാപാരട്ടാ കൊറേ കളികൾ. അളി ഇതിന് 350 സെക്കൻഡ് കൊടുക്കാൻ പറ്റത്തില്ല 100 സെക്കൻഡ് തീർക്ക് ഇത് എന്തു ആളിയെന്ന് വേഗം കണ്ടുപിടിക്കാൻ പറയുക ചെയ്ത് കണ്ടുപിടിക്കാൻ 350 സെക്കൻഡ്. ആ ഈ പൊട്ടൻ കോക്കുനെയൊക്കെ ആരാ ഇതാക്കിയത്? ഞാൻ 400 കൊടുത്തതാ. ജോണിമാമ സെറ്റ് കേട്ടാ ജോണിമാമ സെറ്റ് കേട്ടാ ജോണിയുടെ കാണത്തില്ല ഒരു കാര്യം ചേട്ടാ നമുക്ക് പറഞ്ഞെടുക്കാം പറഞ്ഞോട്ടെ പെട്ടെന്ന് തീർക്കടാ ഇത് സ്ക്വയർ ഷേപ്പ് ഡിസ്അഡ്വാൻറ്റേജ് അല്ലേ? കാസ്ട്രോ എടാ പൊട്ടാ മൊത്തം പച്ച അടിച്ചിട്ട് അനാത്തല്ലടാ മഞ്ഞ അടിക്കണ്ടേ? ഞാൻ അത് ആദ്യം അതാക്കിയത് പക്ഷെ അതങ്ങനെ പോയിക്കോട്ടോ. പെട്ടെന്ന് എഡ്ജ് ഈ സൈഡ് നോക്കി സൈഡ് അങ്ങ് പൂവാക്കിയാ മതി. ആ എടാ ഇത് എടുക്കരുത് കേട്ടോ സ്ക്വയർ എടുക്കുന്ന ഡിസ്അഡ്വാൻറ്റേജ് ആണ് എനിക്കും തോന്നുന്നു. അതാണ് എല്ലാരും മണ്ടമ്പാല പിടിയിടാ മണ്ടമ്പാല പൊട്ടിക്കണേ വാടാടാ പഠിക്കാൻ വാടാടാ. ഞാനാടാ അമ്പത്തൂരാടാ വിളിക്കുന്നേ. എടാ അമ്പത്തൂര് ഇരിക്കുന്ന നോക്കടാ ആരെങ്കിലും അമ്പത്തൂര് ഞാൻ അടുപ്പിന്റെ അകത്തോണ്ടാ മല്ല് വേറെടാ മണ്ടം മല്ല് വേറെ അവര് നല്ല ഇതുണ്ടല്ലേ ഇതിന്റെ ഉള്ളിലായിട്ട് എന്തോ കളിയാ ട്രൈ ചെയ്ത് എനിക്ക് മനസ്സിലായില്ല എന്തോ ഇത് അണ്ണു എന്നെ കണ്ടുപിടിക്കൂല ഉറപ്പാന്ന് പേടിയണ്ട. ഓ മന്ദാരം വിഷയം എന്റെ അപ്പം കഴിഞ്ഞു. പിടിച്ചു നെയിം ഓഫ് ചെയ്തിട്ട് നോക്കാളെ. ഓഫ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ കൊള്ളാം. ഇപ്പൊ അടുത്ത ആളെ കൊണ്ടുപോയേ പുൽമൈതാനത്ത് കിടക്കുന്ന ജോണിയെ കണ്ടുപിടിച്ചവർക്ക് കുറച്ച് പാടാ. അലിഞ്ഞേട്ടായില്ലേ മെൽറ്റായി സാവേജ് ഏറെക്കുറെ ഗോണിയെ കണ്ടുപിടിച്ചില്ല പൊട്ടൻ. അത് മെറ്റേലെന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അണ്ടിക്കണ വിഷയമാണ്.
രായന് പയ്യെ മറ്റേ എല്ലാം അറിയാൻ വേണ്ടി താഴോട്ട് ഇങ്ങനെ നോക്കി. എനിക്ക് കാണാം അണ്ടിക്കണ്ണ ഇച്ചിരി വിജയമാണ്. പൂയില് അത് മോളിൽ നോക്കുമ്പോ രായ പൂലടാ താഴെ. ചണ്ടിക്കണ്ണത് ഇവിടെ ബ്ലൂ ആക്കിയാൽ എടാ ഇവൻ ശരിക്കും ഇവന് കണ്ണ് കാണത്തില്ലടാ രായന്. ഇതിനെ തൂക്കാത്ത ഒരാളെ ഉള്ളു. കാസ്ട്രോനെ തൂക്കത്തില്ല. ഹോ എനിക്ക് രായനെ നല്ല സസുണ്ട്. ഇല്ലല്ല ഞാൻ പറഞ്ഞതാ പൂയില്ലെന്ന്. അയ്യേ അത് SRK പറയുന്നത് കേട്ടോടാ. മൊത്തം ആധികാരികമായിട്ട് രായന് അല്ല അങ്ങനല്ല അണ്ണു ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ മാത്രം എപ്പോഴും ഇതാക്കല്ല അണ്ണു. മനസ്സിലായില്ലേ? ആ ഡിക്റ്റേറ്റീവ് തലോട്ട് മാത്രം കളിക്കും. മനസ്സിലായ? ഇടയ്ക്ക് കള്ളനായിട്ടൂടെ കളിക്കണം. നീ എന്തിനാണ് ഇങ്ങനെ തെറിക്കുന്നത്? അല്ലല്ലോ അത് പറഞ്ഞതാ ഞാൻ. കാസ്ട്രോടാ രായ രായ കാസ്ട്രോടാ വാടാ. രായന്റെ ഞാൻ മറ്റേ ഹെഡ്സെറ്റ് ഓഫ് ചെയ്യും. രായൻ എന്തുകൂടെ 34 ഇൻഡു മാർക്ക് കിടക്കുന്നത്? അത് കണ്ടുപിടിച്ചതിന്റെ കണ്ടുപിടിച്ചതിന്റെ കൗണ്ടാ അല്ലേ? ഹണ്ട് ചെയ്യുന്നതിന്റെ കൗണ്ട്. മറ്റേതുണ്ടോ ഒന്നുമില്ല. എന്നുവെച്ചാൽ കള്ളനായിട്ടില്ല. കാസ്ട്രോ ആടി അവിടെ എവിടെ തൂങ്ങി കിടപ്പുണ്ട് കോച്ച്. ഇതെന്താ അൽഫാമോ? CCTV കോച്ച്. ചന്ദ്രനെ പിടിച്ചാ? ചന്ദ്രനെ പിടിച്ച് അല്ല ഇനി ഈ മാപ്പ് ഇടണ്ട കേട്ടോ അളിയാ. എല്ലാമാർക്കും സ്പോട്ട് മനസ്സിലായി മൊത്തം. അതാ ഏബിൾ എവിടെ നിക്കുന്നേ? നീ ഒളിച്ചിരിക്കുക. എടാ പോയിന്റ് കേറുന്നുണ്ടാ. ഏബിൾ എന്ത് ചെയ്യേ? കാസ്ട്രോ 2 വിസിൽ അടിച്ച കാസ്ട്രോ. ഏബിള് ഈ പൂക്കള് മാത്രമേ ഉള്ളൂ അടിക്കാത്ത. ഇപ്പൊ അടിക്കുന്നു. ഒരു ശവമതി ഒളിക്കാൻ സമയം തന്നില്ല. ഒളിക്കാൻ 40 സെക്കൻഡ് അടിച്ച് പൊളിച്ചായിരിക്കും. മഞ്ഞപ്പൂവാണ് എന്ത് സാവേജിന്റെ സൗണ്ട് കേക്കുന്നത്. അതാ അയ്യോ മൈക്കോണായിരുന്നാ. സാവേജ് അയ്യോ എന്നെ ജോണിയൊക്കെ പിടിച്ചു പറഞ്ഞു. കോച്ച് പറഞ്ഞതാ. അത്രേ ഉള്ളു. ഞാൻ പറഞ്ഞില്ലേ കാസ്ട്രോ ആദ്യമേ ഞാൻ അവിടെ വിളിക്കാൻ പോയത്. കാസ്ട്രോ അവിടെ സാവേജിനെ പിടിച്ചില്ലേടാ. എടാ ഇവൻ എന്തൊരു പൊട്ടനാടാ സാവേജ്. മഞ്ഞപ്പൂവിന്റെ ഇടയിൽ കയറിയിരിക്കുന്നോ? വയലറ്റ് പൂവിന്റെ ഇടയിൽ കയറിയിരുന്നൂടെ? അത് ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാന്നു. ചന്ദ്രൻ ഫുള്ള് വൈറ്റ് അടിച്ചിട്ട് മറ്റേ മഞ്ഞപ്പുള്ളി കുത്തിയിരുന്നു. ശരത്തിന് നൈറ്റ് ബർത്ത്ഡേ ആണ്. ഓ അഖിൽ രാജേ ഹാപ്പി ബർത്ത്ഡേ. സമയം കിട്ടില്ല, വരച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെന്ന് എത്തിയതേ ഉള്ളു അവിടെ. അല്ലെ വേറെ നല്ല മാപ്പ് ഡ്രീമർ എങ്ങാണ്ട് എടുത്ത് കയറി നീക്കി. ഡ്രീമർ രായനോ ആരാ? ഞാൻ നിക്കാണ്. ഞാനും ആളിനെ അവിടെ കാണുന്നില്ല. മെനക്കെട രസമില്ല. മെറ്റാലിക് പെയിന്റ് അടിക്കുക. സെലക്ട് ചെയ്തില്ല. ഞാൻ പെട്ടുവിടാ. അവരുടെ സൗണ്ട് കേട്ടല്ലോ ആരൊക്കെയാണ് പെട്ടുവെന്ന് പറഞ്ഞ. വലിയ രണ്ട് ശരീരങ്ങൾ അവിടെ പിണഞ്ഞിരിക്കുന്നതാണ്. അപ്പുറത്തെ വീശി പോവാ. ഞാൻ ചത്ത്. ഞാൻ ഒന്നുമില്ല ചെയ്യാം. ബൈ ബൈ. ഇത് ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഇപ്പൊ കാണിച്ചു തരാലോ കലാവിരുതന്റെ. ആ പിടിച്ചോ. എന്തുവാടാ ഇത് ഇങ്ങനെ? ഇത് കൊറേ ഉണ്ട് ആക്ച്വലി. ഇത് നീ വരച്ചെടുക്കുമ്പോഴേ ഞാൻ എങ്ങനെ വരയ്ക്കാനാ? ഇവിടെ ഇരിക്കണ്ടായിരുന്നല്ലേ? of being lonely
ബഗ്ഗായടാ, ഞാൻ തന്നെ അത് പറഞ്ഞിട്ട് ഞാൻ തന്നെ ബഗ്ഗാക്കിയല്ലോടാ അത്. എടാ എന്തോ ഒരു എന്നെ എന്തിനാ പിടിച്ചു ചേട്ടാ, ഞാൻ പെട്ട്. എങ്ങനെ പറയടാ? എടാ ഞാൻ തന്നെ പറഞ്ഞിട്ട് അത് ബഗ്ഗായടാ അത്. കുഴപ്പമില്ല. ഓക്കെ, പെയിന്റ് കയറാൻ പറ്റുന്നില്ല. ഇത് ഏത് കളറാന്നൊന്നും പിടുത്തം പോലും കിട്ടുന്നില്ല. എടാ എന്തോ ഒരു കഷ്ടമാന്ന് പറ. എന്തളിയാ അളി എനിക്ക് ബഗ്ഗാളിയാ, പെയിന്റിലോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ ഒരു പെയിന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് കയറാൻ പറ്റത്തില്ല. ഒന്നുകൂടെ സ്വാമി നോക്ക്. ഒന്നും കൂടി സ്പാം ചെയ്യാനോ? ആ ഇടയ്ക്കും അതുണ്ടായിരുന്നു. ഞാൻ അത് കുറച്ചധികം ഞെക്കി നോക്കണം. എവിടെ ഞെക്കാനാ? സ്പേസ് ഞെക്കുമ്പോ യുവർ ബോഡി ഈസ് വെറി ടൂ മച്ച് എന്നും പറഞ്ഞ് വരുവാ. ആണല്ലേ, ഒരു കാര്യം ചെയ്യാം. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണി ഇത് ആർട്ടിസ്റ്റ് ആണ്. കുഞ്ചുവാണി എനിക്ക് പക്കായി. ബഗ്ഗായ സൂപ്പർ. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. കിടിലം പയ്യന്റെ കിടിലം വരെയാണ് കാണാൻ പോകുന്നത്. അതെ, കിടിലം വര. പ്ലാൻ ചെയ്യണം, നല്ല പെയിന്റ് ചെയ്യണം. അതാ ചതിച്ചടാ. അഞ്ചല്ല ഭഗവാനെ. ഇവിടെ ഇരുന്നത് അയ്യോ മറന്നു. ചതിച്ചടാ, പൊസിഷൻ പോയി. അയ്യോ ഇത് ഡബിൾ ആയിരിക്കും. നീ വീണ്ടും അങ്ങനെ ഉള്ളിയാ പെയിന്റ് കയറിയ? ഇത് പെയിന്റ് അല്ല, ഇത് പെയിന്റ് അല്ലല്ലോടാ, ഇത് കറക്റ്റ് അല്ലേ? ഇത് കറകല്ലേ? എല്ലാവർക്കും ഹായ്. ഇവിടെ തട്ടുകയില്ലല്ലേ, ഇതെങ്ങനെ വരയ്ക്കും? തിരുമുടിയിൽ സൈഡാ കളി ചെയ്ത് പെട്ട്. ഒന്നുകൂടെ വരയ്ക്കാം. പെയിന്റ് കാണാൻ തന്നെ. ഇതൊക്കെ പിടിക്കൂടാ. ഇതൊക്കെ എന്ത് കാണിക്കുന്ന ഇതൊക്കെ സത്യം പറഞ്ഞ. ഒരു മോണാലിസ കഴിവൊക്കെ നമുക്കുണ്ടോ ജോക്കി? മോണാലിസയാണെന്ന് തോന്നുന്നു. ഇത് കഴിവില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, റെസ്പോണ്ട് ചെയ്യണ മൂട്. ഇതുണ്ടല്ലോ, ഇത് പോയടാ. ഇത് എല്ലാവർക്കും ബഗ്ഗായോടാ, അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? അപ്പൊ അണ്ണുവിന് മാത്രമേ ഉള്ളൂ. അണ്ണു അല്ല ഞാനും ആ ഗോകുനുമായി. സുഖമില്ലേ മാപ്പ്? അണ്ണു ഈ ചിത്രത്തിന്റെ പേരെന്താണോ? ഏത് മാപ്പാണ് സുഖമുള്ളത്? എനിക്കിത് ഭയങ്കര സുഖമുള്ള മാപ്പായിരുന്നു. ഞാൻ അതിൽ കരവിരുത് പുറത്തെടുക്കാന്ന് പറഞ്ഞു വന്നേ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇതിന്റെ കളർ നമ്മൾ ഉദ്ദേശിക്കുന്നത് വരുന്നില്ല. എടോ അത് സാച്ചുറേഷൻ ഒക്കെ കുറയ്ക്കണോടോ. അതൊക്കെ എന്തുവാ ജോക്കി? സാച്ചുറേഷൻ ഒക്കെ കുറയ്ക്കണ്ടേ? മുഞ്ചി. അയ്യേ, ഇതൊക്കെ ആർക്കും കണ്ടുപിടിക്കുക. ഞാൻ എന്തോ കാണിക്കുന്നേ? പക്ഷെ ആർക്കും കണ്ടുപിടിക്കാത്ത രീതിക്ക് ഞാൻ ആക്കും. ചില്ല്, ഒരു പ്രശ്നമില്ല. നീ ഏതാ? ആണോ ഞാൻ? ടൈം കഴിയാനായോ? ആദ്യം തൂക്കത്തില്ലയോടോ ഇതൊക്കെ? ഇതൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. നടുക്ക് എന്നെ കണ്ടറിയാൻ ഞാൻ ഒരു കളരാ. അത് എല്ലാവർക്കും അറിയാം. എനിക്കത് പറ്റുന്നില്ല. മറ്റേ പെയിന്റിങ്ങിൽ പോകുന്നില്ല. ഇല്ല, നമ്മളെ തൂക്കി വെച്ചോ, ഒരു പ്രശ്നമില്ല. നമ്മളെ തൂക്കി കൺഫേം. ബാലന്റെ സെറ്റ് വിഷയം. അപ്പൊ ആദ്യം എന്നെ തന്നെ നോക്കും. ആരേലും എന്നെ നോക്കിട്ട് കാണാവുന്ന ഈ പ്രശ്നം. അയ്യോ അയ്യോ, ഞാനെങ്കിൽ കൊടുത്ത് ബഗ് വൃത്തിയായിട്ട ബഗ് കേട്ടോ ഈ സാധനത്തില്. സൗണ്ട് ഇല്ലേ ഗൈസ്? ഓക്കേ, എന്നെ ഒക്കെ പിടിക്കുക. ഇപ്പൊ കേട്ടോ. ശരത്തേട്ടൻ മുഞ്ചി. ഞാൻ മൂഞ്ചി. ഇത്രയും കൂടെ കൂട്ടണം. എനിക്ക് കോച്ച് അവിടെ ഇരുന്ന് ഒരു എനിക്ക് ബഗ്ഗായടാ കാസ്ട്രോ. ഇത്രയും എനിക്ക് ഗോകുനും ബഗ്ഗായി. ചിലപ്പോ പെടും. ആടാ, അതൊക്കെ ട്രിക്കാന്ന് പറഞ്ഞേ. എന്നെ സ്പെക്ക് ചെയ്ത് വെക്കോ? ഓ വേണ്ടടാ. കറക്റ്റ് എവിടെ?
ഞാനത് നോക്കിക്കോളാം. അണ്ടിക്കണ്ണ എവിടെയാടാ? അണ്ടിക്കണ്ണ ബ്ലഡ് ആയോ? ഇവിടെ സെറ്റ് ആക്കി അണ്ടിക്കണ്ണ ബ്ലഡ് ആടാ. എങ്ങനെടാ ഇത്? എടാ അമ്പും നല്ല രീതിയിൽ ബ്ലെൻഡായി, അണ്ടിക്കണ്ണനും ബ്ലെൻഡായി. ഇതാരാണ്? അപ്പുക്കുട്ടൻ ഇതിലേതാ? ജോണി മാമന്റെ കാറ് ഒരു ഇതാണ്. ആ കാരണം നീ ബഗ് അടിച്ചിരിക്കലടാ പട്ടി. അല്ല, അകത്തോട്ട് കയറിയത്. അപ്പുകുട്ടൻ നൈസാണ്. ബോഡിയില് 2 ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അതാ എനിക്കും അതാ അത് കാണിക്കുന്നത്. അകത്തോട്ട് കയറിയത്. അതാ അത് എങ്ങനെ പറ്റൂലടാ. സ്ക്വയർ ഷേപ്പ് എടുത്താ അപ്പൊ കൊള്ളാം എനിക്ക് കേട്ടോ പറ്റും. അതിനകത്ത്. അപ്പൊ എന്തെങ്കിലും പറ്റും. അമ്മ കയറി. കണ്ടാ ഇവൻ ഇവൻ പഠിച്ചിട്ടിരിക്കുക, ഇവെല്ലാം പഠിച്ചിട്ടിരിക്കുക. ഇവ റീല് കണ്ട് വന്നിക്കാ. അല്ല കോച്ച്, എനിക്ക് CCTV വരച്ചതാരും ആരും പറയാ. പോരെ പോരെ പോരെ. കൊള്ളടാ കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ല. കൈ മാത്രം വെച്ചാ ഞാൻ രാജാ രവിവർമ്മ നീ കൊള്ളാടാ ബാലൻ, നീ കൊള്ളാം. ബാലൻ മറ്റേ ഫസ്റ്റത്തെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ബ്രില്യന്റ് ആയനെ. ബാലനെ കണ്ടടാ. ബാലൻ നൈസാണ്. ഇത് പിടികളിയത് ബാലൻ കൊള്ളാടാ ബാലൻ. പക്ഷെ അണ്ടിക്കണ്ണൻ ഏത് സൂപ്പർടാ ബാല വിശ്വ ബഗ് മാറിയില്ലെങ്കിലോടാ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. അണ്ടിക്കണ്ണൻ എന്താടാ? നീ എന്നെ സ്പെക്ക് ചെയ്തൊക്കെ പോലെ. ഓ ഇതിനകത്തുണ്ടല്ലേ? അയ്യോ എനിക്ക് പറ്റത്തില്ല. കൊള്ളാം. നമ്മളിവിടെ ഏതാ? രാജാ ബാലവർമ്മ. ഇതാണ് രാജാ ബാലവർമ്മ. എങ്ങനെയാ ബ്ലെൻഡിങ്? കാണാൻ പറ്റുന്നില്ല മതാരെ. എനിക്ക് മന്ത്രത്തിന് കാണാൻ പറ്റില്ല കേട്ടോ. ഒരു പോട്ട് സെറ്റ്. ഓ രായ ഇതുവരെയായി വരച്ചു വെച്ചേക്കുന്നത്. അമ്പൂനെ പിടിച്ച് കിട്ടില്ല നിങ്ങക്ക് ഉറപ്പാ. കാസ്റ്റൊക്കെ എന്താ പോയിട്ട് കൂടാത്ത? എനിക്ക് കൂടുതലേ. ആരാണ് അടുത്തിരിക്കുന്നത്? ഐക്കോണിക് താരം വരാതറിയോ? കോച്ചിന് കാസ്ട്രോനെ പിടിച്ചോടാ? എടാ ഈ മന്ത്രം എവിടെ? എനിക്ക് മന്ത്രത്തിനെ കാണാൻ വയ്യടാ. മന്ത്രം എവിടാ? ഓ എടാ ആരെ പിടിച്ചാലും മന്ത്രത്തിനെ പിടിക്കൂല. എന്നുവെച്ചാ ആ പിക്ചറിന് അവിടെ ഒരു ഞണുക്കുണ്ട്, മനസ്സിലായില്ലേ? അതാ യൂട്ടിലൈസ് ചെയ്ത്. അവന്റെ ഫുൾ ബോഡി ഇല്ലല്ലോ ഇതിനകത്ത്. ഇല്ല കാല് മാത്രമേ വേണ്ടി നിന്റെ അകത്തോട്ടിരിക്കോടാ. അതാ പറഞ്ഞേ. ആ ബ്ലെൻഡിങ് നിങ്ങൾ കാണുന്നില്ലേ? അത് കാണുന്നുണ്ട്. വാറ്റിനെ സാവേജിനെ അല്ലേ? അതെ അതെ അതെ. എടാ എനിക്ക് ബഗ്ഗാടാ മോനെ. എനിക്ക് കേറാൻ കണ്ണോട്ടന്മാരാ ഇവന്മാര് കളിക്കുന്ന അറിയില്ല. കണ്ണോട്ടന്മാരാ. കോച്ചിനെ നോക്കി സൈഡിലാണ്. സൈഡാണോ നിന്റെ ഇരിക്കുന്നത്? അണ്ടിക്കണ്ണ എല്ലാണോ ക്രിയേറ്റീവ് ആയി. പിക്ചർ ഒന്ന് ഞണങ്ങിയിരിക്കുക. അവരിവിടെ ഇല്ലല്ലോടാ. എന്താ ചെയ്യാ? അതിനൊരു വഴി വരത്തില്ല. നാളെ മുതൽ ലൈവ് ഒക്കെ നിർത്തി പെയിന്റ് പണിക്ക് പോവാ. നാളെ പോലെ ആർട്ടിസ്റ്റ് മറ്റേ എടാ അതല്ലടാ എനിക്ക് ബഗ്ഗായത്. എനിക്ക് ഗൂഗു എവിടെടാ ഇരിക്കുന്നേ? ചത്തല്ലേ? അത് ബഗ്ഗാ ഇവിടെ. ഇത് വൃത്തിയായിട്ട ബഗ്ഗടാ ഇത്. കോച്ച് ക്യാമറയുടെ കൊണ്ടല്ലേണ്ടിരിക്കുന്നത്. ടോണി മാമ കാണാൻ പറ്റും. അപ്പൊ ചന്ദ്രൻ കണ്ണ് കാണത്തില്ല കേട്ടോ. ഇല്ല അതാ കണ്ണ് കാണത്തില്ല. ധാരാളം പിടിച്ചിപ്പം പിടിച്ച് ഇത് ജോണി മാമനാ. എനിക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട്. ദൂരെ നോക്കുമ്പോഴേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അണ്ടിക്കണെന്ന് ഒരിക്കലും കാണത്തില്ല കേട്ടോ. അപ്പുകുട്ടനെ എടാ ഇന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒറ്റ കൊക്കക്കോള മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് ബഗ്ഗട എന്തൊരു ബഗ്ഗാടാ ഇതൊക്കെ. ഗൂഗു കോച്ച് അറ്റത്തും വെറുതെ അടിക്കുന്നേ. ആടാ ഭയങ്കര അൺലക്കി ആണ്. അപ്പുകുട്ടനെ കാണൂല കേട്ടോ. അപ്പുകുട്ടനെ കാണൂല. ഒന്നെങ്കിൽ കറണ്ട്
ചന്ദ്ര എല്ലാ ഹോട്ടലും വെടിയും കേട്ടോ ചുമ്മാ. ചുബോർക്ക് ഇരുന്ന് വെടി വെക്കുന്നു. അവിടെ ഉള്ള എല്ലാരും വെടി വെച്ചു കൊല്ലും. റാൻഡം വെടിയിൽ നീയും തീരും. ഇല്ല കേട്ടോ, മിക്കവാറും എന്നെ ഇപ്പൊ തട്ടും കേട്ടോ. അറിയാതെ രായനങ്ങൾ അറിയോ ട്യൂബോർക്ക് ഒരാളെ കണ്ടുപിടിച്ചാൽ ചന്ദ്രന് കാണിച്ചു കൊടുത്താലും അവന് ഇതാവുള്ളൂ. അതാ സന്തോഷാവത്തുള്ളൂ. അതൊരു വെയിറ്റ് ചെയ്യും കേട്ടോ. എല്ലായിടത്തും വെച്ചടിയാ. ഉണ്ട കുറക്കണം കേട്ടാ. നമ്മള് ജയിച്ചേട്ടാ. വെറുതെ വെടി വെക്കുന്നു, വെറുതെ ഇരുന്ന് വെടി വെക്കുന്നു നോക്ക്. അയ്യോ എന്റെ ഫോട്ടത്തിൽ വെറുതെ ഇരുന്ന് വെടി വെക്കുന്നറിയോ. പക്ഷെ അത് കിട്ടുന്നില്ല. അവര് വെടിവെക്കുന്ന മുഖത്തും സൈഡിലൊക്കെയാണ്. പക്ഷെ മനസ്സിലാവും. സമയം നോക്കി 20 സെക്കൻഡ്. എന്നെ വെച്ച് തീർന്നു എന്നെ പള്ളി. കണ്ട് കാശ് ലാസ്റ്റ് മെറ്റ് അടിച്ചോ. ലാസ്റ്റ് മെറ്റ് അടിച്ചേ. പിടിച്ചിട്ടില്ല കേറി വന്ന് എടാ ഒരേ കളിച്ചിട്ട് ഓടാ. ഒരാളെ കളിച്ചിട്ട് പോവാ. അതെ ഭയങ്കര ഇത് ഓവർ പെയിന്റിംഗ് ആയിരുന്നേ. ചന്ദ്ര എന്റെ ഉണ്ടായിരുന്നു. ചന്ദ്ര എന്റെ നോക്കി എന്തരാ ഇങ്ങോ വലിയ ഞാൻ ഇതാ 100 ഇത് എന്തിനാ എടാ ഇത് ആരും കളിക്കത്തില്ലടാ നമ്മുടെ കൂട്ടത്തിൽ. നീ ആൾക്കാരെ കണ്ടുപിടിച്ച 35 അതാ കാണിക്കുന്ന കൗണ്ട്. എപ്പോഴും ഡിറ്റക്റ്റീവ് ആവുമല്ലേ. കുറ്റം പറയാത്ത ഒരു മാപ്പ് ഇതുവരെ ഇല്ല ഞാൻ ഇട്ടതില്. എടാ നീ ഇപ്പഴാ കളിക്കാൻ പറയാം. നമ്മള് അതിന്റെ മുന്നേ എത്ര മണിക്കൂർ കളിച്ചിട്ടുണ്ടെന്ന് അറിയാടാ. വാണമേ പട്ടിക്കുണ്ടാ ഇന്ന് എല്ലാ മാപ്പും കുറ്റം പറയാവേ. ഞാൻ മുമ്പ് കേട്ടോ. ഞാൻ വലിയ മനുഷ്യൻ, അത് നോർമൽ മനുഷ്യൻ. ഞാൻ പറയൂടാ, കുറ്റം പറയൂടാ. ഞാൻ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടോടാ? നിനക്ക് ഞാൻ തിരിച്ചു നീ തിരിച്ചു പറയണ. നീ ഏതാ? നീ പോടാ. പാവടക്കണ്ണ. സിനിമ ഇത് പറഞ്ഞില്ല. ഞാൻ സിനിമ ഞാൻ കാര്യമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്കെങ്കിലും ഒളിക്കാം. എനിക്ക് ഇതിനകത്തൊക്കെ ഒളിക്കാനൊക്കെ മടുപ്പാ. അയ്യോടെ വിളിക്കുന്നു. ഹലോ ഹലോ ചട്ടും പോയാ. ഞാൻ വീട്ടില് പടം വരച്ചോണ്ടിരിക്കണേ. ആ ലൈവാ. നീ എവിടാ? ഇങ്ങനെ കിടന്നാട. ആ ഓക്കെ ഓക്കെ. നിങ്ങൾ എവിടാ? ഞാൻ കൊണ്ടുവരാ. ആ ഞാൻ ഇപ്പൊ വരാം. എന്തോടാ ചന്ദ്ര? എടാ ചന്ദ്ര അടിയാണോ? അമ്മമാരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. ചന്ദ്രൻ ഡയറ്റില്ല. ചന്ദ്രൻ പോകത്തില്ല. കൊള്ളാനാ. എടാ എനിക്ക് ഇത് എടാ ഒളിക്കാൻ പറ്റൂടാ. ചുമ്മാ എന്തെങ്കിലും വെറൈറ്റി സാധനം ട്രൈ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം പരിപാടി. സിമ്പിൾ പരിപാടി. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ മോൻ ചെയ്യും. അത് ഒരു വലിയ മനുഷ്യനെടുത്ത് വെച്ചത്. ചെറുതായിരുന്നെങ്കിൽ വിളിച്ചെങ്കിലും വിളിക്കായിരുന്നു. വേണമെങ്കിൽ ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഓടിക്കോ, എന്റെ അടുത്ത് ഓടിക്കോ, രക്ഷപ്പെട്ടു. ഇതൊക്കെ ഈസിയാണ്. അതിനകത്ത് മൈൻക്രാഫ്റ്റ് എളുപ്പമാ. അതെ, പക്ഷേ നോർമൽ ആണെങ്കിൽ ഇച്ചിരി പാടാം. നോർമൽ ആണെങ്കിൽ പാടാം. എന്ത് നോർമൽ പാട്? നോർമൽ ബോഡി ആണെങ്കിൽ പാടാണ്. ഞാൻ നോർമൽ ബോഡിയാണ് എടുത്തത്. താഴെ വന്നാണ്. ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങി. ഓക്കെ ബൈ ബൈ.
ഇത് എളുപ്പമാടാ. എന്റെ മണ്ട ചാടിക്കറ കോച്ചുണ്ട്. കോച്ചിന്റെ കോച്ചിന്റെ ഇത് പറഞ്ഞാൽ 0 catches ആണ്. കിടക്കാം അങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ചാടാം. ഫസ്റ്റ് ടൈം ആണ് കോച്ച്. കോച്ച് 0 catches ആണ്. മണ്ടയിലൊക്കെ കയറിയൊക്കെ നോക്കണം. അയ്യോ ഇതിനകത്ത് ഒരു കളറിൽ നോക്കിട്ട് പിന്നെ വെളിയിലോട്ട് നോക്കാൻ വയ്യ. അയ്യോ അതോട്ട് നോക്ക്. കട്ട് ചെയ്ത് വെള്ളം വരുന്നത്. കുറച്ച് ബക്കറ്റ് പിടിച്ചു നോക്ക്. അടോ എടാ ഞാൻ പോണി കാസ്റ്റോ ശരിയാ ശരിയാന്നില്ല വരച്ചിട്ട്. പറ്റൂടാ പറ്റും പിന്നെ സൂപ്പർ ആയിട്ട് പറ്റും. അത് എന്താ പറ്റും, എനിക്ക് എല്ലാം പറ്റും. പക്ഷേ ഇതൊഴിച്ച് കോച്ചിനെ താഴെ ഡ്രാഗ് ചെയ്യണേ കോച്ച്. സമയം പിന്നെ ബ്ലോക്ക് ആയിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. 20 minutes ആകുമ്പോ ഇതെന്തായാലും പെയിന്റ് വരാത്ത ഈ ക്ലോണില് പിന്നെ പെയിന്റ് അടിക്കാൻ പറ്റില്ലേ? ഫസ്റ്റ് നിന്നെ അല്ലടാ ക്ലോൺ ആക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നിനക്കൊണ്ടായിരുന്ന സാധനത്തിൽ അത് ഇവര് വീസിലുണ്ട്. വീസിലുണ്ടായിരുന്നോ? ഇവരെന്താ മാറ്റിടാന്? 20 സെക്കൻഡ് പോവാ ഇവിടെ. പിന്നെ അവര് കേട്ടോണ്ടിരിക്കുക. ഞാൻ ഒന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ലെന്ന്. സൂപ്പർ. സത്യം ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ ചാറ്റ് നോക്കുന്നുണ്ട്. ആര് ചാറ്റ്? എന്റെ ചാറ്റ് ലൈവ് ഇട്ട്. ഓക്കെ അല്ലേ? അപ്പൊ വലിച്ചിട്ടോ കോച്ച്, വലിച്ചിട്ടോ. പിടികൂടെ എല്ലാത്തിനും പിടിങ്ങ. ചെലപ്പോ രക്ഷപ്പെടാ ചെലപ്പോ രക്ഷപ്പെടത്തില്ല. സാവേജ് ഉറങ്ങിയോടാ? സത്യം കേട്ടോ. ശ്രദ്ധിക്കണ്ട കിടക്കുകയാണ് അവൻ എവിടെ. 50 സൂപ്പർ ആയിട്ടാണ്. പെർഫെക്റ്റ്. ഏത്തായിരിക്കുന്ന ആരെ പിടിച്ചിട്ടുണ്ട്? കാസ്ട്രോ എങ്ങനെ കളർ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടത്. മാറ്റണ അവിടെ കിടന്നിട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. സാവേജ്. ജോണി മാമനും കൊള്ളാം. നൈസ്. സംതിങ് ഡിഫറെന്റ്. ഇതെങ്ങനെ തിരിച്ചാക്കുന്ന? 5 അണ്ണൂനെ പിടിച്ച്. അയ്യോ അവിടെ കേറിയ ഒരു ഇല്ല അവിടെ ഉണ്ട്. മേലെ കേറിയതാ. അതെങ്ങനെ കണ്ടേ ജോക്കി? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണും. സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ണുപോലും പിടിക്കുന്നില്ലായിരുന്നു. ഇരുന്ന് കളാൻ എന്നെ പിടിക്കും കേട്ടോ. 320 സെക്കൻഡ്. എനിക്കാണെ കണ്ണ് കാണത്തില്ല ഇവിടെ ഒന്നും. അല്ലടാ ഈ മാപ്പിന് ഈ മാപ്പിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ക്രിയേറ്റീവ് ആയിട്ട്. ജോണി വിചാരിച്ച കേട്ടോ തോക്കൊക്കെ നോക്കി പുറകെ നോക്കുന്നുണ്ട് കണ്ടിട്ട് കിടന്നൊക്കെ അടിച്ചു. അയ്യോ അവിടെ 2 വിസിലടിച്ചാ ഏവലിനെ കൂടെ തൂക്കിപ്പിച്ചിട്ട് വിട്ടാ മതിയായിരുന്നു. സത്യം. എടാ എനിക്ക് തോന്നുന്നു കോച്ച് മെറ്റാന്ന് തോന്നുന്നു കേട്ടോടാ. കോച്ച് കറക്റ്റ് കേറി വന്നു. കോച്ച് കറക്റ്റ് കേറി വന്ന് പയ്യെ നോക്കി. കോച്ച് മറ്റേ പാർട്ടി ഇപ്പൊ വെള്ളത്തിൽ കയറാൻ പറ്റൂടാ. പക്ഷെ നല്ല കിടിലം വളിഞ്ഞ സ്പോട്ട് ആയിട്ടുണ്ട് കേട്ടോളിയാ. കണ്ടുപിടിച്ചില്ലെങ്കിൽ അവനെ കുണുസാന്ന് വിളിക്കും അടുത്തവണ കിട്ടും. ഒന്ന് സ്പെക്ക് ചെയ്തേ. കണ്ണടിച്ചു. ഞാൻ പറഞ്ഞു
ഞാൻ വരച്ചോണ്ടിരുന്നതിനകത്ത് ടുബോർക്കെ കുറച്ച് നടുക്കോട്ട് കയറിക്കടാ അല്ലല്ല പോസ് മാറ്റി നേരെ നിക്കുന്ന ആക്ക് നടുക്കോട്ട് നേരെ നിക്ക് ആ പോസ് മാറ്റി നേരെ അപ്പുക്കുട്ടന്റെ ആർമിയൊക്കെ ഉണ്ടോ? നേരെ നിക്കടാ നേരെ നിക്കുന്ന എങ്ങനെയല്ലേ? എടാ, താഴെ എക്സ് അടിച്ചിട്ട് എന്ത് വേടാ ഇത് അയ്യോ എനിക്ക് പേടിയാ. എടാ എക്സ് അടിച്ച് നിക്കടാ താഴോട്ട് ട്രാക്ക് ചെയ്തിട്ട് എടാ എന്തോ എടാ അറിയാലോടാ ബ്ലെൻഡ് ആയി പോടാ പെട്ടെന്ന്. എടാ നിക്കടാ കണ്ടുപിടിക്കാൻ ലൈറ്റ് കത്തിക്കാൻ തല ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നത് വിളക്കാന്നേ പറയത്തുള്ളത്. കൊക്കിനെ പോലെ നിക്കുന്ന ഇവൻ ഇതൊക്കെ കണ്ടുപിടിച്ചെങ്കിലുണ്ടല്ലോ അപ്പുക്കുട്ടനും പിള്ളേരും. അപ്പുക്കുട്ട വേറെ കാര്യം പറയട്ടെ, അതിനെ ആരെ അടിച്ചാലും നീ ചാവും. ആർമി എന്റെ അല്ലേ മന്ദാരം. എടാ പൊട്ടാ, ആ ലൈറ്റിലത്തെ സാധനം എടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൈറ്റ് കിട്ടും. ആ മഞ്ഞ എടുത്ത് തലയിലോട്ട് അടിച്ചേ, ലൈറ്റിനകത്തോട്ട് കയറി ഇതേപോലെ ആ മഞ്ഞ ലൈറ്റ് അടിച്ചടാ, മുകളിലടിയടാ പൊട്ടാ. അല്ല അതെങ്ങനെ ജോക്കി അത്രയും കളർ ലൈറ്റ് ആവത്തില്ല അത്. അതിനുള്ളൊരു കഴിവ് വേണം, കറക്റ്റ് ആയിട്ടൊന്ന് ഇട്ടിട്ടാ മതി. ഇത് ഇല്ല അത് മറ്റൊരിക്കലും ഇല്ല മേലെയും വരയ്ക്കണം, മനസ്സിലായ ഇവൻ ആ വാല്യൂ കറക്റ്റ് ആയിട്ട് നോക്കി വരച്ചാ മതി. അവരെ സുഖല്ലേ? എനിക്ക് എന്റെ സാധനം അണ്ടിക്കണം ടോർച്ചായി സത്യം. പോയേ ഇവർക്ക് പേടിച്ച് എനങ്ങുന്നുണ്ട്, മനസ്സിലായ ഇപ്പൊ തൂക്കും ഇങ്ങനെയൊന്നും ഇല്ല തൂക്കില്ല. ആ കളർ പാടാ ടൂർക്ക് കണ്ണിന് പാടാ അത് കണ്ടുപിടിക്കാൻ. അനങ്ങിയുണ്ട് ഇല്ല അനങ്ങിയുണ്ട് എന്റെ പാടാ നോ നോ എന്റെ പാടാ ഇതോണ്ടല്ല കാണത്തില്ല ഒരു പണി എടുക്കുന്നില്ല നോക്ക്. ചുമ്മാ പോയി കിടക്കൂടാ. ഞാൻ ആദ്യം റോസാപ്പൂ ആയിട്ട് ഞാൻ അറിയാണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് ആ ക്ലോൺ. പിന്നെ ലാസ്റ്റ് സമയം തീർന്നുകൊണ്ട് അവിടെ പോയി കിടന്നത്. കോച്ചന്റെ മൈൻഡ് പോലും ആകുന്നില്ല. അതല്ല SRK നോക്കി രായന വീട്ടിലുണ്ട്, എന്നിട്ട് പോലും അത് കാണത്തില്ല കളറ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് മന്ദാരത്തിന്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു. എടോ എന്റെ പൊന്ന് കോച്ച്, ആ വെള്ളത്തിലോട്ടൊന്ന് നോക്ക്, ദാണ്ടൊരു നത്ത അവിടെ കിടക്കുന്ന പെറ്റ്. അല്ലാത്ത മലയുടെ മലയും പുഴയും കാടും എല്ലാം അങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നേ, ഒരു കുളത്തിലോട്ട് അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല. പുള്ളിയുടെ കണ്ണു ഇപ്പൊ സ്നൈപ്പറാന്ന് തോന്നുന്നു, അടുത്തുള്ളതൊന്നും കാണത്തില്ല. ലോങ് സൈറ്റ് ആന്നേ. അമ്പത്തൂര് നിൽക്കുന്നുണ്ടോ കാടിനെ താങ്ങി ആളുണ്ട് ജോക്കി. സാവേജിനെ നോക്കി ഏത് ആംഗിളിൽ നോക്കിയാലും കാണത്തില്ല. കാണത്തില്ല. ഓ ആട്ടം കാണാത്തത് മറ്റേ SRK. മനസ്സിലായ അമ്പോ മിസിലൊന്നും അടിച്ചോളല്ലേ. വെറൈറ്റി ആയിട്ട് ചെയ്യണം. ജലസിംഹം ആ വിസിൽ സ്പാം ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോടോ എന്റെ പൊന്നു കൊച്ചെ, വെള്ളത്തിലോട്ടൊന്ന് പോടോ. ആ നോക്കടോ, അങ്ങോട്ട് നോക്കടോ, വെള്ളത്തിലോട്ട് നോക്കടോ. എടോ താഴോട്ട് നോക്കടോ, വെള്ളത്തിൽ ഒന്ന് അടിയടാ, ഒന്ന് വിസിലടിയടാ. ആ കണ്ടു. ഇതാരാ കോച്ച് കണ്ടില്ല കേട്ടോ, കോച്ച് ഇപ്പോഴും കണ്ടിട്ടില്ല. മാനത്ത് നോക്കി നടക്കും, മാനത്ത് കണ്ണി. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാൻ നേരെ സിറ്റിയിലോട്ട് കട്ടെ. അപ്പൊ ഓക്കെ ഞാനും വരുന്ന ബൈ ബൈ ഗൈസ്, സിറ്റി കാണാം. കേറി ഞാൻ നാളെ കളിക്കാരി